ഒരു അപൂർവ സമ്മാനവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിൽ നിന്നും ഭാരതത്തിലേക്ക് മടങ്ങിയത്. 1790 ലാറ്റിനിൽ എഴുതിയ സംസ്കൃത വ്യാകരണ പുസ്തകത്തിന്റെ പുതിയ പ്രിന്റാണ് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേജ് പ്ലെൻകോവിച്ച് മോദിക്ക് സമ്മാനിച്ചത്. ഭാരതീയ സംസ്കാരത്തിന് ലോകത്തിൽ സ്വീകാര്യതയേറുന്നതിന് തെളിവായിട്ടാണ് സമൂഹമാധ്യമങ്ങൾ ഇക്കാര്യം വിലയിരുത്തുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ലാറ്റിനിൽ രചിച്ച സംസ്കൃത വ്യാകരണ പതിപ്പിന്റെ പുതിയ പതിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. ക്രൊയേഷ്യൻ ശാസ്ത്രജ്ഞനും മിഷണറിയുമായിരുന്ന ഫിലിപ്പ് വെസ്റ്റിന്റെ ഭാരത സന്ദർശനത്തിന് പിന്നാലെയാണ് ലാറ്റിൻ ഭാഷയിൽ സംസ്കൃത വ്യാകരണം രചിക്കപ്പെട്ടത്. കേരളത്തിലെ ബ്രാഹ്മണരിൽ നിന്നും കൈയെഴുത്തു പ്രതികളിൽ നിന്നും ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് വെഡ്സിൻ വ്യാകരണ പുസ്തകം തയ്യാറാക്കിയത്. ലോകത്തിലെ പുരാതന ഗ്രന്ഥശേഖരങ്ങളിലെ അപൂർവ പതിപ്പാണിത്. 1748-1806 കാലഘട്ടത്തിലാണ് വെഡ്സിൻ ജീവിച്ചിരുന്നത്. ഇതുകൂടാതെ വെള്ളിയിൽ നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡും നരേന്ദ്രമോദിക്ക് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി സമ്മാനിച്ചു. കരകൗശല വിദഗ്ധർ കൈകൊണ്ട് കൊത്തിയെടുത്ത മെഴുകുതിരി സ്റ്റാൻഡിൽ പുഷ്പ ജാമീതീയ രൂപങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. രാജസ്ഥാൻ പൈതൃകത്തെയും ലോഹനിർമ്മാണ പാരമ്പര്യത്തെയും വിളിച്ചോതുന്നതാണിത്. ഒഡീഷയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന പട്ടചിത്ര പെയിന്റിംഗും പ്രധാനമന്ത്രി സമ്മാനിച്ചു. കൃഷ്ണന്റെയും ജഗന്നാഥന്റെയും പുരാണ കഥകൾ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് തുണിയിൽ വരയ്ക്കുന്നതാണ് പട്ടചിത്ര പെയിന്റിംഗ്. പ്രധാനമന്ത്രിയെ ഗായത്രി മന്ത്രം ചൊല്ലി ക്രൊയേഷ്യൻ ജനത വരവേൽക്കുന്ന വീഡിയോ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തരംഗമായിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം.